നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം എത്തിയോ എന്ന ചോദ്യം പലരും ചോദിക്കുമ്പോഴും അത് അങ്ങനെയൊന്നും അവസാനിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ നിരവധി ഉണ്ടാവുകയാണ് ഈ ദിവസങ്ങളിൽ. ട്രംപിന്റെ നിർണായക നീക്കങ്ങൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ തന്നെ പ്രധാനം. യുദ്ധത്തിൽ തകർന്ന ഗസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ തന്നെ ആ പ്രഖ്യാപനത്തെ ഭയത്തോടുകൂടിയാണ് ഹമാസ് കാണുന്നത്. ഇനി ഒരു തരി പോലും കയറുവാനോ അവിടെ എന്തെങ്കിലുമൊക്കെ തന്നെ നടത്തുവാനോ എന്തെങ്കിലും ഉഡായിപ്പ് പണികൾ നടത്തുവാനോ തങ്ങൾക്ക് കഴിയില്ല എന്ന വാസ്തവം മനസ്സിലാക്കുകയാണ് ഹമാസ്. ഇവിടെ ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗസയെ വാസയോഗ്യമല്ലാത്ത ആക്കിയിരിക്കുകയാണ്. മേഖലയിൽ നിന്ന് ഫലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് പറയുകയാണ്. വൈറ്റ് ഹൌസിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിർണായക കൂടിക്കാഴ്ചയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഗസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഗാസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ല. യുദ്ധത്തിൽ തകർന്ന ഗസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയുകയില്ല. അതിനാൽ ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പലസ്തീനുകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അടുത്തയാഴ്ച ജോർദാൻ രാജാവ് വൈറ്റ് ഹൌസിൽ എത്താനിരിക്കെയാണ് ട്രംപിന്റെ ഈ നിർദ്ദേശം വരുന്നത്. അതേസമയം ചർച്ചകൾക്ക് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ പുകഴ്ത്തി. ഇസ്രായേലിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുഹൃത്താണ് ട്രംപ് എന്നായിരുന്നു നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. ട്രംപിന്റെ നേതൃപാടവത്തെ പ്രശംസിച്ച നെതന്യാഹു ശ്രദ്ധിക്കേണ്ട ഒരു ആശയമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് എന്നും ഇത് ചരിത്രമാകുമെന്നും വ്യക്തമാക്കി. ട്രംപിന്റെ ശക്തമായ നേതൃത്വവും സമ്മർദ്ദവും കാര്യങ്ങൾ ഇവിടം വരെ എത്തിക്കാൻ ഇസ്രായേലിനെ സഹായിച്ചതെന്ന് നെതന്യാഹു പറയുന്നു. ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന്റെ ഭരണതലവൻ അമേരിക്കയിൽ എത്തുന്നത്. രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ അടുത്തയാഴ്ച ആരംഭിക്കും. അതേസമയം ഫലസ്തീനുകാർ ഗസ വിടണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് തള്ളുകയും ഉണ്ടായി. ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംബന്ധിച്ച് തനിക്ക് ഉറപ്പില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയുണ്ടായി. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധമെന്ന US പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറയുന്നു. ഗസ വെടിനിർത്തൽ ഭാവി സംബന്ധിച്ച് തനിക്ക് ഉറപ്പില്ല എന്ന് US പ്രസിഡന്റ് പറയുമ്പോൾ വരാനിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം പോലെ തന്നെ വരാനിരിക്കുന്നത് രണ്ടാം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഗസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച് നിർണായക ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം വന്നത്. ഇതുവരെ വെടിനിർത്തൽ കരാർ വിജയകരമായെന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നും ബാക്കിയുള്ള ബന്ദികളെയും മോചിപ്പിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണെന്നും ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറയുകയുണ്ടായി. ഗസയുടെ പുനർനിർമ്മാണം, യുദ്ധാനന്തര ഗസയുടെ ഭാവി തുടങ്ങിയ കാര്യങ്ങളിൽ രണ്ടും മൂന്നും ഘട്ട വെടിനിർത്തൽ കരാറിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഹമാസ് നിയന്ത്രണത്തിൽ ഗസയുടെ പുനർനിർമ്മാണം അനുവദിക്കില്ല എന്ന നിലപാട് കഴിഞ്ഞ ദിവസം ട്രംപിന് മുൻപാകെ നെതന്യാഹു ഉന്നയിക്കുകയും ഉണ്ടായി. എന്നാൽ പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ച് ഉറ്റവരുടെ മോചനത്തിന് തുരങ്കം വെക്കരുത് എന്ന ബന്ദികളുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുകയും ഉണ്ടായി എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഇളവ് നൽകി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താകും? ഇളവിന്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറാൻ പലരും ഇപ്പോൾ ഇവിടെ കാത്തിരിക്കുകയാണ് എന്നും നെതന്യാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ആലോചിച്ച് തീരുമാനിച്ച ട്രംപ് ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കരാർ റദ്ദാക്കി ഗസയ്ക്ക് മേൽ ആക്രമണം പുനരാരംഭിക്കാനുള്ള തീരുമാനമാണ് വേണ്ടത് എന്ന് ഇസ്രായേൽ മുൻ മന്ത്രി ബെൻ ഗവർ നെതന്യാഹുവിനോട് നിർദ്ദേശിച്ചു. ഇസ്രായേലിന് $1 മില്യൺ പുതിയ ആയുധങ്ങൾ കൈമാറാൻ അമേരിക്ക ഒരുങ്ങുന്നതായി വാൾ സ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തു. വെസ്റ്റ് ബാങ്ക് നഗരങ്ങളിൽ ഫലസ്തീനികൾക്കെതിരെ ആക്രമണം ശക്തമാവുകയാണ് ഇസ്രായേൽ സേന. ഈ ജനീൽ അഭയാർത്ഥി ക്യാമ്പിനോട് ചേർന്ന് നിരവധി കെട്ടിടങ്ങൾ സൈന്യം തകർത്തു. തുൽക്രാം, തൂഫ എന്നിവിടങ്ങളിൽ ഫലസ്തീനികൾക്കെതിരെ വ്യാപക ആക്രമണ സംഭവങ്ങൾ അരങ്ങേറി. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ തുടങ്ങുന്ന സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് UN സെക്രട്ടറി ജനറൽ കുറ്റപ്പെടുത്തി.